ശരീരത്തിൽ മാഗ്നീഷ്യത്തിന്റെ അളവ് കുറയുമ്പോൾ അമിതമായിട്ടുള്ള ക്ഷീണം, മടി, അലസത, ബലഹീനത ഇവയൊക്കെ ഉണ്ടാവാം. മസിൽ കൺട്രാക്ഷൻ അഥവാ പേശികളുടെ സങ്കോചത്തിന് മാഗ്നീഷ്യം വളരെ പ്രധാനമാണ്. മാഗ്നീഷ്യത്തിന്റെ അളവ് ശരീരത്തിൽ കുറയുമ്പോൾ പേശി വലിവ് അഥവാ മസിൽ ക്രാംസ് ഉണ്ടാവാം, മസിൽ പെയിൻ ഉണ്ടാവാം, മസിൽ വീക്ക്നെസ് ഉണ്ടാവാം, കൈകാൽ കഴപ്പ്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. മാത്രമല്ല ക്രമരഹിതമായ ഹൃദയമിടിപ്പിന് മാഗ്നീഷ്യം ഒരു കാരണമാണ്. മാഗ്നീഷ്യം കുറയുന്നത് ഒരു കാരണമാണ്. അതുപോലെ BP വർദ്ധിക്കാൻ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. നമ്മുടെ ഹോർമോൺ പ്രൊഡക്ഷനും മാഗ്നീഷ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സിറോട്ടോണിൻ പോലുള്ള ന്യൂറോ ട്രാൻസ്മിറ്ററുകളുടെ പ്രൊഡക്ഷന് മാഗ്നീഷ്യം വളരെ പങ്കുവഹിക്കുന്നുണ്ട്. ഇത് നമ്മുടെ മാനസികാവസ്ഥ മെച്ചപ്പെടുത്താനും മൂഡ് സ്വിങ്സ് ഒക്കെ മാറാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ്. ഹാപ്പി ഹോർമോൺസ് ആയ സിറോട്ടോണിൻ, ഡോപാമിൻ ഇവയുടെയൊക്കെ പ്രൊഡക്ഷന് മാഗ്നീഷ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാഗ്നീഷ്യം കുറഞ്ഞാൽ മൂഡ് സ്വിങ്സ്, അമിതമായിട്ടുള്ള വിഷാദം, അമിതമായിട്ടുള്ള ആങ്സൈറ്റി, സ്ട്രെസ് ഇവയ്ക്കൊക്കെ ഒരു കാരണമാണ് മാഗ്നീഷ്യം കുറയുന്നത്. ഇൻസുലിൻ ഉൽപാദനത്തിനും ഗ്ലൂക്കോസ് മെറ്റബോളിസത്തിനും മാഗ്നീഷ്യം ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. അതുകൊണ്ട് മാഗ്നീഷ്യം കുറഞ്ഞു കഴിഞ്ഞാൽ ടൈപ്പ് 2 പ്രമേഹം വരാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മുടെ ബോൺസിന്റെയൊക്കെ ആരോഗ്യത്തിന്, അസ്ഥികളുടെ ആരോഗ്യത്തിന് കാൽഷ്യവും വൈറ്റമിൻ ഡിയും വളരെ പ്രധാനമാണെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ പ്രധാനമാണ് ബോൺസിന് മാഗ്നീഷ്യവും. മാഗ്നീഷ്യത്തിന്റെ പ്രൊഡക്ഷൻ കുറയുമ്പോൾ കാൽഷ്യം അബ്സോർപ്ഷൻ കുറയുകയും അതുവഴി ഓസ്റ്റിയോപോറോസിസ് പോലുള്ള അവസ്ഥകളൊക്കെ വരാനും സാധ്യത കൂടുതലാണ്. മാഗ്നീഷ്യത്തിന്റെ ഒരു നോർമൽ വാല്യൂ എന്ന് പറയുന്നത് ദിവസേന 300 മില്ലിഗ്രാം ആണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ട് വേണ്ടത്. ശരീരത്തിൽ മാഗ്നീഷ്യത്തിന്റെ അളവ് കുറയുന്നത് ആവശ്യത്തിന് മാഗ്നീഷ്യം അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കാത്തപ്പോൾ അങ്ങനെ വരാം. അമിതമായിട്ടുള്ള മദ്യപാനം മാഗ്നീഷ്യം കുറയുന്നതിന് കാരണമാണ്. അതുപോലെ ചില രോഗങ്ങളുടെ ഭാഗമായിട്ട് മാഗ്നീഷ്യം കുറയാം. അതായത് ദഹന സംബന്ധമായ ചില രോഗങ്ങളുടെ ഭാഗമായിട്ട് ക്രോൺസ് ഡിസീസ് പോലുള്ള അസുഖങ്ങൾ ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ മാഗ്നീഷ്യം കുറയാം. അതുപോലെ വൃക്ക സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് വരുമ്പോഴും മാഗ്നീഷ്യത്തിന്റെ അളവ് കുറയുന്നതായിട്ട് കണ്ടുവരാറുണ്ട്. സ്ത്രീകളിൽ ആർത്തവ വേദന കുറയ്ക്കാനും മാഗ്നീഷ്യം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഭക്ഷണത്തിലൂടെയാണ് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള മാഗ്നീഷ്യം നമുക്ക് കിട്ടുന്നത്. അതായത് മുഴുധാന്യങ്ങൾ, പഴങ്ങൾ, പച്ചക്കറികൾ, ഇലക്കറികൾ, പാല്, തൈര്, ഡാർക്ക് ചോക്ലേറ്റ്, ചിയാ സീഡ്സ്, ബദാം, മുരിങ്ങയില, ചീര, പംകിൻ സീഡ്സ്, അവക്കാഡോ, സോയ, ആപ്രിക്കോട്ട് ഇവയൊക്കെ മാഗ്നീഷ്യം ധാരാളമായിട്ട് അടങ്ങിയ ഭക്ഷണങ്ങളാണ്. ശരീരത്തിന് മാഗ്നീഷ്യം വളരെ പ്രധാനമാണ്. മാഗ്നീഷ്യം കുറഞ്ഞു കഴിഞ്ഞാൽ മൈഗ്രെയിൻ പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് അത് കൂടാനുള്ള ചാൻസ് ഉണ്ട്. തലവേദന, ഓക്കാനം, ഛർദ്ദിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ വരാം. സ്ട്രെസ് കുറയ്ക്കാനും മാഗ്നീഷ്യം ശരീരത്തിന് ആവശ്യമാണ്. മാഗ്നീഷ്യം കുറഞ്ഞു കഴിഞ്ഞാൽ അമിതമായിട്ടുള്ള